ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് രാത്രിക്കത്തെ വിശേഷമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രി പലവകയും പൂളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മമ്മ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മമ്മ പൂള തൊലിച്ച് തരികയാണ് കേട്ടോ. പിന്നെ പൂളയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ പലവകയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ പലവക വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് ചട്ടിയിലിട്ടിട്ട് വേറെ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കാനാണ് കേട്ടോ. പിന്നെ ബാക്കിയിലാണ് പൂളിടുള്ളൂ. പിന്നെ ഞങ്ങൾ ഒന്ന് പുലാമന്തോട് പോയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കവറിൽ നിന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അനിയത്തിയാണ് അതൊക്കെ എടുത്ത് വെക്കണത്. അപ്പോൾ ഞാനിവിടെ പൂളി ഇതും ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മ പൂളയൊക്കെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ രാത്രി ചോറൊന്നും ആരും കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പൂള ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ അത് മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പൂള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ പൂളയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് ആ പൂളയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അമ്മമാണ്ട് പറയും ഇതിൻ്റെ ഇവിടെ കേടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മമാൻ്റെ നുറുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നുറുക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഇതിക്ക് പൂളിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ പൂളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും പിന്നെ ഒന്ന് നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പൂള നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രി ഇത് കഴിച്ചോളും. പിന്നെ ചോറൊന്നും കഴിക്കൂല. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. മമ്മ കുക്കർക്ക് പൂളൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. മമ്മക്കപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഓറഞ്ച് ആപ്പിൾ അങ്ങനെയൊന്നും തിന്നൂല. അപ്പോൾ ഞങ്ങൾ ഞാമന്തോട് പോയപ്പോൾ ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മ ആ ഓറഞ്ച് പൊളിച്ച് തിന്നോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഓള് ഓറഞ്ച് പൊളിച്ച് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ അതാണ് മമ്മ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം മമ്മ കുക്കറിൽ പൂളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മ അവിടെ ഇരുന്നിട്ട് ഓറഞ്ചൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂള വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബീഫ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തക്കട്ടെ വിചാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. പച്ചക്കറികളൊക്കെ പുറത്ത് വെച്ചാൽ കേടുവരുള്ളൂ. അപ്പോഴത്തേന് പൂളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളൊരു ചെമ്പട്ടിയിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ. പിന്നെ അത് മമ്മ ഒന്ന് ഇളക്കി സെറ്റാക്കുകയാണ്. പിന്നെ കട്ടൻ ചായയും പൂളയും ബീഫും കൂടെ തിന്നാണ് കേട്ടോ അമ്മ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.